ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൃഷ്ണാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചൗവരി വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഈ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഞാനിവിടെ 1 ഗ്ലാസ് ചൗവരിയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമുക്ക് പായസത്തിന് ആവശ്യമായ കാഷ്നട്ടും കിസ്മിസും നെയ്യിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചൗവരി 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വേവാൻ വെച്ചിരിക്കുന്ന ചൗവരി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കിസ്മിസും കാഷ്നട്ടും ഈ ഒരു പരുവം മതിയാവും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 5 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം വെള്ളം നമ്മൾ കുറേശ്ശെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് ഒഴിച്ചാൽ ആ ഒരു നല്ലൊരു പരുവം നമുക്ക് കിട്ടത്തില്ല. അപ്പം കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് തിക്കാവാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ പായസത്തിന് ഒരു തിക്നെസ്സും അതുപോലെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പം തന്നെ പായസത്തിലേക്ക് ചേർക്കുന്നില്ല. പാലും ചൗവരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി നല്ല തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ വേവിക്കാൻ വച്ചിരിക്കുന്ന ചൗവരി ഇതാ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെന്തോ നോക്കാം. അപ്പോൾ വേവ് നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കുക, നല്ല ചൂടുണ്ട്. നല്ല വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ പ്യുവർ വൈറ്റ് അങ്ങ് മാറിയിട്ട് ഇതാ ഇതുപോലെ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വേവ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല തിളച്ച ഇതിലേക്ക് നമുക്ക് ഈ 1/2 കപ്പ് പാല് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കാം. അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് ഇതിന് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പായസത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് ഏലക്ക, ഒരു 4 ഏലക്ക നമ്മൾ പഞ്ചസാര പൊടിച്ച അതേ ജാറിൽ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി പൊടിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. അടുത്തതായി നമുക്ക് അരിപ്പൊടി കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതം ഒരു 3 തവി നമുക്കിതിലേക്ക് ചേർക്കാം.
അപ്പോൾ നമുക്ക് ഈ സമയത്ത് മധുരം ഒന്ന് നോക്കാം. അപ്പോൾ മധുരം പാകമല്ല, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, ഇപ്പം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ പായസത്തിൻ്റെ ആ ഒരു നല്ലൊരു കട്ടിയിൽ വരും. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. വറുത്ത് കോരി വെച്ചിരിക്കുന്ന കിസ്മിസ്, കാഷ്നട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. മൂടി തുറന്നപ്പോൾ തന്നെ നല്ല ഏലക്കയുടെ ആ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഈ പായസത്തിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ തൃഷ്ണാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. താങ്ക് യു.